താഴെ ഇറങ്ങിക്കോ അടിക്കണ വണ്ടി കറങ്ങണ്ട ബാക്കിൽ വണ്ടി കറങ്ങണ്ട നോക്കി നോക്കിയാ അവരെ ടോപ്പ് ചിലപ്പോ കുത്തിക്കേ ടോപ്പ് ചിലപ്പോ കുത്തിക്കേ മണ്ടക്കോട്ട് ഇതിന്റെ ടോപ്പ് നമ്മളെ ടയറൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഇവിടെ ഇട്ട് തന്നെ കളിയൊന്നും തീർക്കാൻ നോക്കണേ കേട്ടോ ഇറങ്ങണേ പോയി റിപ്പയർ പോയാലോ റിപ്പയർ പോയാൽ അമ്മ ചിലപ്പോ റിപ്പയർ കൊണ്ട് കുത്തിക്കാൻ ചാൻസ് ഉണ്ട് ഇതെന്താ കേറാത്തെ മറ്റേ ഇത് കേറാൻ പറ്റുന്നില്ല നമ്മളെ KTD അടിച്ചത് KTD അടിച്ചത് ആണോ എനിക്ക് നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരില്ല കുത്തിച്ചാലോ വേറെ വഴിയില്ല നമ്മൾ ഇത്ര നേരം കളിച്ച മലയിലോട്ട് വന്നേ എല്ലാരും കൂടെ വന്നേ അതിന്റെ ബാക്കിലൊരു വണ്ടി ഉണ്ടേ നിർത്ത് അല്ലല്ല പോയി അമരി പോയി വിട്ടേര് റിപ്പയറോ എടാ കുണ്ണ പറയണ കേക്ക് ഇവിടെ കുത്ത വരുന്നേ ബാക്കിലാളുണ്ട് റൈറ്റിലാണ് അങ്ങോട്ട് പോലെ ആധാരം ഇതെന്താ ഇവിടെ റൈറ്റോ അടിച്ച് പൊളിക്കണ ഇതെന്താ മയില് കഴിഞ്ഞു ജി നല്ല കളി ഇല്ലല്ലല്ലതാ അത്രേ ഉള്ളൂടാ നല്ല കളി എടാ പിർള പുണ്ടച്ചി മോനെ ഒന്ന് എടുത്താണടാ ആ പിർളോനെ നല്ല കളി എവിടെടാ പിർള എവിടെടാ കണ്ടി മുസംബിക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചരാ പിർള എവിടെടാ ആ കണ്ടി പിർള എവിടെയാണ് കൊറേ നേരം ഞാൻ മിണ്ടാതിരിക്കുന്നതായിരുന്നു വിളി എടുക്ക് ആ കുണ്ണനെടുക്ക് വെയിറ്റ് കൊണച്ചിട്ട് വിട്ടാ മതി ആ പിർലോനൊക്കെ എടുത്തിട്ട് പോയാ മതി മനസ്സിലായോ ഇന്റെ ഇത് കണ്ടോ ആ ഹോസ്റ്റേജ് എടുത്തിട്ട് വിട്ടാ മതി ആരാന്ന് പെയിനാണോന്ന് അറിയില്ല പിർലോനെ കിട്ടിയാലും മതി മനസ്സിലായി പിർലോനെ എടുക്കാൻ പറ്റുമോ നോക്ക്
പിർലോനെ നോക്ക് പിർലോനെ മതി. എന്താടാ മൊണ്ണെ തൂറിയാടാ എവിടെ നീ തൂറിയാ അവന്മാരൊക്കെ സേഫ് സോണിൽ കയറിയിട്ട് ഭയങ്കര താളായിരുന്നല്ലോ. എന്ത് ഇതിനാണോ കണ്ടികളെ ഉണ്ടാക്കുന്ന നീ ഷേക്ക് ബ്രോ ഓ പറടാ. ഷ്രിംപി എട് ബ്രോ വന്ന ബ്രോ മാക് ബ്രോ സേഫ് സോണിൽ അടിച്ചാൻ ആരെ ரெட் கலர் மாஸ்க் ஷ்ரிம்பி யாருன்னு தெரியல. ശ്രിംപിയാ அவனா மேக் ப்ரோ இதுல அடிச்சான் டிடிஎம் சேஃப் ஜோன்ல. നോക്കട്ടെ പാക്കട്ടോ ഒന്ന് പാത്ത് നോക്കടാ ഒന്ന്. ரெட் கலர் மாஸ்க் എടാ ഞാൻ പറയട്ടെ ചാറ്റ്, എന്റെ ഈ സാധനം എനിക്ക് സൗണ്ടേ കേൾക്കുന്നില്ലായിരുന്നു അടിക്കുന്ന സമയത്ത്. ഞാൻ അങ്ങനെ നോക്കണെന്ന് എന്താ വെച്ചാൽ എന്റെ ബുള്ളറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായോ? ഡ്യൂറബിലിറ്റി തീർന്നറ കണ്ടില്ലേ? ആരത് അടിച്ചിട്ടില്ല, ഓടിക്കളിച്ചില്ല അവന്മാരുടെ ഫ്രണ്ടിൽ. അവനെ ആരാ വേണ്ടെന്ന് നമ്മുടെ ആൾക്കാർ ഒരു സൈഡിലോട്ട് ഇട്ടാ. വെയിറ്റ് ഇവന്മാരെ ആദ്യം ഒന്ന് കൂട്ടി കാണാം. ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയാണ് ഇവിടെ ഈ പിങ്ങിൽ കൊണ്ടുവന്നിട്ട് എല്ലാരും ഒന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇടുന്നത്. ക്യാരി ചെയ്യാൻ പറ്റും വലിക്കാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്യാണ്ട് വലിക്കാൻ പറ്റൂല. ഇവിടെ ഉണ്ട് മേക്കെ ഇവിടെ ഉണ്ട്. എടാ നമ്മൾ എത്ര പേര് 10 രൂപ പേരെന്തോ ബാക്കിയാടാ. നമ്മൾ ആകെ 5 8 ആൾക്കാർ അടിക്കാനാടാ ഉമ്മാർ ഇത്ര മാസാക്കിനത്. കഴിവില്ല, വെറുതെ ഷോ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഹൈപ്പ് മാത്രമേ ഉള്ളൂ, കഴിവില്ല. നോക്കി അത് കളിയാടാ കളി വേറെ ആയാലും എടുക്കാനുണ്ടോ എടുത്തോ, അല്ലെങ്കിൽ എനിക്ക് ആ പെയിന്റ് ഒന്ന് എടുത്തു തരുമോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കളി നീ എനിക്ക് എടുത്തു തന്നാ നീ പോയിട്ടാ നിനക്ക് വേണ്ടവനെ. നിനക്ക് വേണ്ട ആളെ എടുത്തോ. ഞാൻ പറയട്ടെ ഫ്ലഫി, ഇത് ഉമ്മാരൊന്നും പേരും വണ്ടി ഒന്നും മനസ്സിലായോ? അതുകൊണ്ട് ഇത് പിള്ളേരെ നല്ല കളിടാ, നല്ല കളി മനസ്സിലായോ? W ഞാൻ പറഞ്ഞല്ലടാ പക്ഷെ പുറത്ത് ഓ ഞാൻ അന്നേ പറഞ്ഞേ വാണങ്ങളാണ്, ഹൈപ്പ് മാത്രമേ ഉള്ളത്. അതെ അത്രേ ഉള്ളു. മനസ്സിലായോ? നമ്മൾ പുറത്ത് പറഞ്ഞല്ലേ അത്രേ ഉള്ളു. ആരെ ഇപ്പൊ പൊക്കാനല്ല സാറേ, കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യോ സാറ്? ഒന്ന് തപ്പാണ്ട് ഒന്ന് ആറ്റി കുറുക്കിട്ട് പറഞ്ഞുതരാം പൊക്കണ്ട്. പറഞ്ഞോ ഏത് ഇതാരാന്ന് ഇവനാണോ? ഞാൻ പറയട്ടെ, മുസംബി ഷെയ്ക്ക് ഞാൻ അവിടെ ഗ്യാങ് ഹൗസിൽ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണം. ആ പെയിനൊന്ന് അല്ല മറ്റേ പിർലോനൊന്ന് കിട്ടുമോ നോക്ക്. പിർലോ ആണ് കുറെ നേരമായിട്ട് അവന് ഷെയ്ക്ക് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ക്ക് അടിച്ചു വെക്കുന്നുണ്ട്. ഇനി ഞാൻ അതാ കാണിക്കുന്നത്. വാറിനും പ്രീവാറിനൊക്കെ വരുന്നതിന് മുമ്പ് ഷെയ്ക്ക് റെഡിയാക്കി വെക്കുക. അതാണ് തരാ. ഇത് ആരാന്നടാ ഇത് അതിനിതില്? എടാ ഞാൻ പറയട്ടെ, സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ലാത്ത കുറെ വാണങ്ങൾ, മനസ്സിലായ? സ്വന്തമായിട്ടൊരു മുഖം പോലും ഇല്ല. ഇത് പിർളോ ഏതാന്നും അറിയില്ല, വേറുള്ള ഏത് ആരാന്നും അറിയില്ല. അങ്ങനത്തെ കുറച്ചെണ്ണം. അല്ല നമ്മൾക്ക് കൊണച്ചോന്റെ പേരെന്താന്ന് മറ്റേ എന്ത് പിർളോ? ഇവന് പൈസ ഉണ്ട് കേട്ടാ. ഇവനല്ലടാ മറ്റേ അവിടുന്ന് ഇത് ഇരുന്നത്. ഇവനല്ല, ഇവൻ ഇനീഷ്യലില് മറ്റേ എടാ ഇവനെയാണോ എടുക്കേണ്ടത്? മേക്കെ നീ ഒന്ന് തപ്പിയാണടാ. നിന്നെ അവിടുന്ന് മാക്കാച്ചി കുത്തുത്തിയത് ആരാന്ന് നോക്കിയാണ് സാറേ. ഒന്നും തോന്നല്ലേ, ഇതൊന്നും തപ്പാണ്ട്. മനസ്സിലായോ? ഇതിന്റെ ഒന്നും മൂന്ത മനസ്സിലാവുന്നില്ല, മുഖം മനസ്സിലാവുന്നില്ല, നമുക്ക് വേണ്ട ആളെ മനസ്സിലാവുന്നില്ല. അതാണ്
ബോഡിയാണ് സാറേ പാവം யாரு வந்து சொன்னது அந்த சைஸ் அதான் ஷ்ரிம்பி ஆகும் ரெட் கலர் மாஸ்க் எங்க இருக்கு அந்த அதான் எங்கனே தெரியல ആരാണെങ്കിലും ഗൈസ് ഞാൻ പറയട്ടെ ആരാണെങ്കിലും കുഴപ്പമില്ല ഒരുത്തന്നെ എടുക്കണം മനസ്സിലായില്ലേ ப்ரோ கையில டாட்டூ இருக்கும் ரெட் கலர் റെഡ് കളർ ടാറ്റുവാ കയ്യിൽ റെഡ് കളർ ടാറ്റു ഇങ്ങോട്ട് വന്നാ ഫ്ലഫി ഇങ്ങോട്ട് തിരിച്ചു വന്നാ ഇങ്ങോട്ട് ടയർ അങ്ങോട്ട് ഫുൾ റെഡ് മാസ്ക് ബ്രോ ഇതാണോ ഇവനല്ല രണ്ട് ടയർ ഒട്ടിച്ചു ഇമാര് കുറച്ചെണ്ണം ഇവിടെ പോയി കാണുന്നില്ലല്ലോ അപ്പന്മാര് അടി ഇതാണോ റെഡ് കളർ ടാറ്റു ഇതാ ഇതൊക്കെ റെഡ് അല്ല ഒരു ഓറഞ്ച് ടൈപ്പ് പൊട്ടി എവിടെ ഇവിടെ ചുമന്ന EMS പോയാ ഇല്ല ഇവിടെ ഉണ്ട് ബ്രോ അവൻ പപ്പു ബ്രോ അടിங்க ഇവനല്ലേ എന്ത് ഭൂമിന്റെ അടി പോയി ഫേസ് വെയിറ്റ് ഒക്കെ വരും അടിക്കുക ശരിക്കും മാറ് നിങ്ങളെല്ലാം മാറ് അടിക്കട്ടെ മാറ് അടി കൊള്ളും ശരിക്കും അല്ലെങ്കിൽ ഊതി നിനക്ക് കൊള്ളുന്നേ ഇവനാണോ ഇവനല്ലേ ഫുൾ റെഡ് മാലിക്കേ അത്രേ ഉള്ളു നീ റെഡായിരുന്നാ അല്ല അയ്യോ ചാച്ചോ കുട്ടിയുടെ പേരെന്താ മറ്റേ കുട്ടിയുടെ പേരെന്താ എടാ ഹലോ പറ നിങ്ങളടുത്ത് വേറൊരു കാര്യം പറയാം എന്താണ് എടാ ഞാൻ പറയട്ടെ ഒരുത്തനെടുക്ക് ആരെങ്കിലും ഒരുത്തനെടുക്ക് മതി ഇനി ഇതിറ്റാളൊന്നും ഫേസ് മനസ്സിലായോ അതിറ്റാളൊന്നും ഫേസ് ആര് പിർലോനെ കിട്ടുമോ നോക്കാം അതിന് അല്ലല്ല പലവിധം പിർലോ ഉണ്ട് മാക്കേ അത് കിട്ടില്ല ഇവിടെ കൊണ്ടിട്ട് ആ ട്രൗസർ ഇട്ട് റിന്യൂ അല്ലത് ട്രൗസർ ഇട്ടത് കുറുപ്പ് പറ നീ കൊണ്ടിട്ട് ബാക്കിയുള്ളവരെ കത്തിക്കടാ ഒന്നിച്ചെടുത്തിട്ട് ഇല്ല തോന്നുന്നു എല്ലാരും കത്തിച്ചിട്ടാ ഇത് ബോഡി ബാഗ് മേടിക്കണം ഓരോരുത്തരെയും ബോഡി ബാഗ് വെച്ച് കത്തിക്കണോ മതി കത്തിക്കൊന്നും വേണ്ട നമുക്ക് ഇവനെടുക്ക ആരെങ്കിലും കുറച്ച് എടുത്തിട്ട് പോവാ അമ്മാരെ പോവാൻ പറ അമ്മാരെ കത്തിച്ചിട്ട് സമയമൊന്നുമില്ല നമുക്ക് കളയാനായിട്ട് ഇവനെടുക്ക ഇവനാ ഞാൻ ഏണത്തിനെ കത്തിച്ചിട്ടേ വരുന്നു ഉള്ളവര് കത്തിച്ചോ എന്നെ കത്തിക്കടാ എല്ലാത്തിനും എടാ കത്തിക്കടാ ചക്കായി കത്തിക്കണം കത്തിച്ചോട് എന്ത് കത്തിക്കണമെങ്കിൽ പിന്നെ കത്തിക്കണം മടി കാണിക്കല്ലേ കത്തിച്ചോട് എല്ലാത്തിനും എന്താണ് ബോഡി ഇങ്ങനെ നമ്മളെല്ലാവരും കത്തി വെക്കും കത്തിച്ചിട്ടേ പോകും മനസ്സിലാകും തപ്പിയാണ് നമിക്കി അടിച്ചല്ലേ ഞാനും കൊറേ നമിക്കി ഒന്നും കിട്ടിയില്ല സങ്കടായി ഒന്നൂടെ തരട്ടെ പ്രിയാറിന് പെണ്ണൊന്നല്ല ഇത് ആടാ ഇത് പെൺകുട്ടിയാടാ അടാ ഇവളൊന്നും ആക്കണ്ട വിട്ടേര് ഇത് പെണ്ണാണോ ചേച്ചി ഭാവേ ഷോപ്പിങ്ങിന് മറ്റേ കൊട്ടയൊക്കെ എടുത്തിട്ട് പോകുന്നു ഇവര് ഹലോ ആരെ വലിയ കട ഇറങ്ങിട്ട് പോലില്ല വണ്ടി അതിന് മുമ്പേ തെറിവിളി ആ തോക്കാന്റെ നെഞ്ചത്തോട്ട് വെച്ചാണ് നീ ഒന്ന് നിന്നാടാ ഇങ്ങോട്ട് നോക്കിയാടാ കരക്കണ്ടി ഇങ്ങോട്ട് നോക്കടാ നിന്റെ പേരെന്താ ബ്രോന്റെ പേരെന്താണ് ഹലോ ബ്രോ ഹലോ എന്ത് ആ ബ്രോന്റെ പേരെന്താണ് പക്ഷേ നീ ഒന്ന് ചാറ്റ് അല്ലല്ല നീ വാർ ചാറ്റിലൊരായിട്ടാണ് നീ അല്ലല്ല ഇത് പെർലാണോ എന്ന് നോക്കട്ടെ നീ ഒന്ന് ഹായിട്ടാണടാ നീ മറ്റേ ചാവേറാവല്ലേ മറ്റോനും വേണ്ടിട്ട് നീ ഒന്ന് ഹായ് ആയിട്ടാണ് നീ തെറ്റൂല മനസ്സിലായ ഇവൻ മിണ്ടുന്നില്ലേ എടാ പൊന്നുമോനെ
നിനക്ക് ഷേക്ക് കുടിക്കണ്ടേടാ വാവേ. നിനക്ക് കമ്പി വായിലാണ്ടേടാ തീട്ടായം. നിന്നെ ഇങ്ങനെ കൊണ്ടുവന്നു നമ്മള് ബാബ. എടാ എല്ലാരും തിരിച്ച് ഗ്യാങ് ഹൗസിലോ, എല്ലാരും തിരിച്ച് ഗ്യാങ് ഹൗസിലോ. ഇവന്മാരെ കത്തിച്ചിട്ട് വിട്ടാതിയെ. സാറ് വിട്ടോ ഇഞ്ഞ് പൊക്കല്ല നമ്മള് ഇല്ല പൊക്കണ്ട ഇഞ്ഞ് വിട്ടോ പൊക്കാനുള്ള ആളെ പൊക്കി. താലോലിന്ന് വിളിച്ച്. താലോലിയാ? അതെന്ത് താലോലി? താലോലിയാ? പിറുള്ള കോലീഡറാ? അയ്യോ ആ EMS പോയി വന്നിട്ടാ. ഇല്ല സാറേ ഒരുത്തനും കൂടി പൊക്കണം. ഒറ്റ മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാം, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള. എടാ ഒരുത്തനെ മാറ്റിട്ടാണടാ, പെട്ടെന്ന് സ്പീഡ് ആക്ക്. ഇത് വെറുതെ ലേറ്റ് ആക്കല്. ഓ പുറത്ത് പെയിനിന്റെ ഫാൻസ് ആണ്. പെയിന് പറഞ്ഞ് ചാവുന്നു. ഇതിൽ ഏതാന്നാടാ പെയിന്? എല്ലാത്തിനും പൊക്കിട്ട് ഗണ്ണേമ ചെയ്ത് നിർത്തിയിട്ട് ഏതാടാ പെയിന് ചോദിക്കേണ്ടി വരും. അതായിരിക്കും ഇനി നല്ലത്. ഇല്ല ഇനി ഞാൻ എന്താ പറഞ്ഞേ? നോക്ക് ഇതില് നോക്ക് പെട്ടെന്ന്. രണ്ടാളെ പൊക്കുന്നുണ്ടോ? ഇവനൊന്ന് പൊക്കിയ കാത്തി. ഹലോ ബ്രോ, ബ്രോന്റെ പേരെന്താണ്? എന്ത് ബൂമറാ? എടാ ഇതേതാ ബൂമർ? ഏതാണ്? വേണ്ട ബ്രോന്റെ പേരെന്താണ്? ഹലോ ബ്രോ, ഹലോ. ആ ഓക്കെ. കണ്ടിന്റെ പേരെന്താണ്? കണ്ടി പേരെന്താന്നാടാ? ഹലോ ഇത് കണ്ടിന്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ടല്ലോ. വേറെന്ത്? എല്ലാരും മാറും. എടാ പേര് പറയടാ കണ്ടി. പേരെന്താ? വാണാന്നിത്. നിന്റെ പേരെന്താ? നിനക്ക് പേരില്ലേ? മാക്ക നിന്നെ അടിച്ചത് വേണമെന്നോ? ശ്രിംബി എന്ന് പറയുന്ന ഒരുത്തുണ്ട് തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കണേ. വെയിറ്റ് ഓ അവിടെ പറ. ആ ഓക്കെ. ഇവിടെ മുങ്ങിക്കണ്ടല്ലോ. ഒന്ന് പൊക്കിയാണ് സാറേ, ഒന്ന് പൊക്കിയാണ്. ആ പൊക്കിക്കോ. ഇതാരാണ്? ശരണാണത്? എറണോ? നിന്റെ സൗണ്ട് ചരണ്ട പോലെയാണോ? റേഡിയോയിൽ എന്തൊരു സൗണ്ട്? ഹലോ കണ്ടി പേരെന്താന്ന്? ഹലോ നീ തന്നെയാണ്? എന്റെ പേരെന്താന്ന്? ഹലോ അല്ല കണ്ടി. ഹലോ എടാ കണ്ടി. നിന്റെ പേരെന്താന്ന്? ചേക്കൂട്ടിയാ? ഏതാണടാ ഇവന്മാരൊക്കെ? മനസ്സിലാവുന്നില്ല. കണ്ടി ഒന്നുകൂടി സംസാരിച്ച സെബൂട്ടി. വിട്ടേക്ക്. ഹലോ ഞാൻ പറയട്ടെ, മതി. ഏതെങ്കിലും ഒരുത്തനെടുത്താണ്. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാ. ഓന്മാരൊന്നും മനസ്സിലാവൂല. ഒക്കെ മാസ്കും മറ്റേ ഇട്ടുകൊണ്ട് ഒക്കെ.
കിട്ടിയതല്ലേ പിന്നെന്തിനാ അസെൻസ് ആണല്ലോ, അസെൻസ് ഒന്നല്ലടാ, ബൂട്ട് എന്നല്ല. ഇവനൊന്ന് കത്തിച്ചുട്ടെ ഈ ഡെഡ് ബോഡി. മാഡം നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഇവരെ ഈ വണ്ടി കയറിയ ഇവനെ കത്തിച്ചു. പമ്പില് ഇതൊന്നും കാണുന്നില്ലടാ, ഉമ്മാരൊന്നും ഇല്ല തോന്നുന്നുണ്ടെന്ന് കളിക്കാനൊന്നും എനിക്കറിയില്ല. ഒന്നാമത് ഇവിടെ വലിച്ചിടുന്ന പരിപാടി ഇല്ല. അല്ല ഓരോരുത്തരും ഒരു പ്രാവശ്യം വെച്ച കൊല്ലുള്ളൂ. അങ്ങനെ അങ്ങനെ കൊല്ലാൻ പാടില്ല. ഇനി പറ്റില്ല. എടാ മാലിക്ക അടിക്കല്ലേ, മാലിക്ക അടിക്കരുതേ മാലിക്ക. തക്കായി എന്താ പറയാ, പെട്ടെന്ന് പറ. ഏവനാ ഇവൻ ഈ കിടക്കുന്നവനാ, ഈ മാസ്ക്, ബ്ലാക്ക് മാസ്ക്, ബ്ലൂ എയർ. എന്നാ ഇവനെ മാത്രം പൊക്കിയിട്ട് ബാക്കിയുള്ളവരോട് കത്തിച്ചു വിട്. ബാക്കി ഈ പൊക്കിയന്മാരെ, ഓൾറെഡി പൊക്കിയന്മാരെ ഇനി കത്തിക്കണ്ട, മനസ്സിലായാ? ചില്ലാവോ നമ്മ അങ്ങനെ മെറ്റോ കൊന്നൂടാ ബ്രോ. ലൈക്ക് ഒരിക്കൽ പൊക്കിയിട്ട് പിന്നെ കൊന്നൂടാ. ഇല്ലല്ല, എന്റെ ഒടുക്കത്തെ ഇതായിരുന്നു, എന്റെ ഒടുക്കത്തെ ഇത് എന്താ പറയാ, ഈ റീകോയില് ഭയങ്കര റീകോയില്. പിക്കെടുത്താ തരാന്ന് പറഞ്ഞില്ലല്ലോ, അത് ഇതിനല്ലല്ലോ പറഞ്ഞേ. ഇല്ലല്ല, അത് പൈച്ചുണ്ടോ ഒന്ന് മുമ്പേ, ഇപ്പോഴല്ലേ? ഇല്ല എത്ര ഉണ്ട്? ബദരിങ്ങളായ റഹ്മാനായ അവിടെ കേറിണ്ട്. പിക്കല്ല, വേറെ സാധനം തരാം. അങ്ങനെ ആർക്കും കൊടുക്കലില്ല. ആ നീ വെച്ചോ. നിക്ക് വയ്യ വരുന്നില്ല, കിട്ടുന്നില്ല. പറ. എന്താണ് പൊണ്ണനൊക്കെ പൊണ്ടച്ച് മോനാകെ 5ാം ക്ലാസ്സിലെ പഠിച്ചത്. നിന്റെ ഫേസ് നോക്കട്ടെ. നീ എന്താടാ മറ്റേ എടാ എല്ലാരും ഗ്യാങ് ഹൗസിലാ, ബാക്കിയുള്ളവന്മാരെ കത്തിച്ചിട്ട് ഗ്യാങ് ഹൗസിലാ. വണ്ടി ഇല്ലേ? വെയിറ്റ് മാക്കെന്തല്ലോ പറയുന്നുണ്ട് കേട്ടാ. എവിടാ? അതാരാ തലയില ഷാളിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയാണ്? വണ്ടി കയറ്. ഇതില് തമ്മേ കയറി. ഇതാരെ നോക്കിയാണോ? അത് ഏത് ഫ്രണ്ടിലാ? അതല്ല, ഞാൻ മറ്റേ കോമാളി തന്നെ ആയിരുന്നല്ലോ. എടാ അവിടെ ഞാൻ ആരെങ്കിലും പോരാണ്ടോ? അവിടുന്ന് ആരെങ്കിലും വരാണ്ടോ? അവിടുന്ന് ഓക്കെ മൂങ്കിൽ തോട്ടം
ഇനി പ്രീ വാർ പറ്റുമോ? ഇല്ലല്ലോ. ഇനി പ്രീ വാർ ടൈം ഉണ്ടല്ലോ. പ്രീ വാറിനുള്ള ടൈം ഉണ്ടാവും. വാറ് നാളത്തേക്കൊക്കെ വരും. എടാ വിയാ ഹോസ്റ്റേജ് ഇട്ടോ? അവനെ ആരോ ബാഗിലാക്കിയോണ്ട് എനിക്ക് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആ ഇല്ലേക്ക് ഏറ്റവും പാവം ചങ്ങായിനാണ് ഹോസ്റ്റേജ് എടുത്തിട്ടുള്ളത്. അതാരാണ്? ഏതോ ഒരു ചങ്ങായി CM വിക്കിയ പാവാണ്. എന്തിനാന്നടാ? ഇല്ല മറ്റേ ഒരു പിങ്ക് കൂടിയാണോ? മനസ്സിലാവണ്ട ഉമ്മാരൊന്നും. അറിയില്ല. ഇങ്ങനെ മാസ്ക് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ എങ്ങനെ മനസ്സിലാവും? എടാ മാക്കെ വിയാ ഹോസ്റ്റേജ് ഇട്ടാണ് ഇറ്റാലിയ. ആരാടാ അതല്ല അയ്യേ നമ്മുടെ ഒരു ബോഡി ബ്ലേക്ക് ആരെ എവിടെ? ബാക്കില് ഫുഡില്ലാതെയാ സ്ട്രേറ്റ് പോയിട്ട് റൈറ്റ്. ഇതെങ്ങനെ വണ്ടിന്ന് തെറിച്ചാണ് സീറ്റ് ബെൽറ്റ് ഇടാണ്ട്. ആ ഹലോ ഹലോ ബ്ലേക്ക്, നമ്മുടെ പേര് റഷീദ്. അടിക്കാട്ടാ EMS ഇപ്പൊ വരും. നോക്കിയാടുന്നില്ലേ? ഞങ്ങളെന്ന് എണ്ണ അടിച്ചിട്ട് വരാം. നില്ല് നീ എന്റെ കുയില് ഇവിടെ. എന്താടാ പൈസ അല്ലാതെയാണ് ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത്, എനക്കറിയുന്നില്ല. ടേണിംഗ് ഓഫ് ബെഞ്ചോ ഇവിടെ എന്തൊക്കെ കളിയാ? ചോദിക്ക വെയിറ്റ്. കാലിതേ പിക്കുണ്ടോ? ഒരെണ്ണം W. അത് മുക്കിത്തൂറി എടുത്താ. എടാ എന്ത് ഭയങ്കര ഷേക്കിംഗ് ആടാ. മുന്നിൽ പോയിട്ടല്ലേ ഒരു ബുള്ളറ്റ് വെച്ചാ പോന്ന നേരെ. അത് എനിക്കും ആ സെയിം സാധനം മനസ്സിലായി. ബുള്ളറ്റ് പോവാത്ത പോലെ എനിക്ക് ഭയങ്കര ഫീലിങ്. ഞാനതാണ് ഇരുന്ന് തപ്പുന്ന. എന്ത് സൗണ്ടും കേൾക്കുന്നില്ല എനിക്ക്. ബുള്ളറ്റ് പോകുന്ന സൗണ്ടേ കേൾക്കുന്നില്ല എനിക്ക്. ഒരു കാര്യം പറയട്ടെ. തിരിഞ്ഞു നോക്കിയപ്പോഴെന്താ മാറ്റി 2 ഇടിച്ച് ഹെൽമെറ്റ് കളഞ്ഞു. നമ്മൾ എത്ര പേര് ബാക്കി ഉണ്ടായിരുന്നോ? നോക്കിയാ 20 പേര് ബാക്കി ഉണ്ടായിരുന്നോ? 9 പേര് അടിക്കാനാണോ അപ്പൊ അവന്മാര് വന്നത്? അപ്പൊ 9 പേരില്ല, 8 പേര്. നമ്മൾ ഒരു 8 ആളാ ഡൗൺ ആയിട്ടുള്ളൂ. വണ്ടി എടുക്കാൻ പറ്റത്തില്ലടാ. ഇടയ്ക്ക് വെച്ച് DV ആയി പോയില്ലേ, പിന്നെ അഡ്മിൻ പ്ലക്കി. അത് ആരാടാ? തുടങ്ങിയ അതാരാ നമ്മളാളെന്നെ അടിച്ചിട്ട് ഇപ്പോ? ഹലോ ബ്രോ, ഹലോ ഷെയ്ക്ക് തരാം. ബ്രോ ഷെയ്ക്ക് തരാം. മാക്ക് ഇനി ഹോസ്റ്റേജ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഷെയ്ക്ക് കൊടുക്കണേ. ഗാങ് ഹൗസ് കേറിയ ഷെയ്ക്ക്. ആ വെയിറ്റ്. കണ്ടി നീ വന്നാ നിനക്ക് വേണ്ട അത്ര ഷേക്ക് കുടിക്കോ, ജ്യൂസോ ഷേക്കോ മറ്റേ മോക്ടെയിലോ കോക്ടെയിലോ നിനക്ക് വേണ്ട എന്തോ വേണേലും കുടിച്ചോ. അമ്മോനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ക്ലീൻ ഇങ്ങോട്ട് കക്കൂസിൽ ഇരുന്നിട്ട് അവിടെ ഷേക്ക് അടിക്കാറ്. നിനക്കുള്ള ഷേക്ക് ഇവിടുന്ന ഇവിടെ ഷേക്ക് അടിക്കുന്നത് മനസ്സിലായോ? നല്ല രീതിക്ക് വന്നു കഴിഞ്ഞാ ക്ലീൻ ഇങ്ങോട്ട് കഴുകടാ കഴുകു മൊണ്ണേ സിറ്റടിച്ചിട്ട് ഇരുന്ന് ക്ലീൻ ഇട്ട് കഴുകണേ. കഴുകിട്ട് മുട്ടയിലിരുന്ന് ചെയ്താ മതി. അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് കഴുക്. ഇറ്റാലിയയിലെ ചേട്ടന്മാരെ ഒരു പാട്ട് പാടിയേ.
പപ്പുവിനെ വിളി പപ്പുവിനെ വിളി മറ്റേ പാട്ട് പാട്. പപ്പുവിനെ വിളി. കാവാണി. ഇല്ലില്ല ആ പാട്ട് മാക്കെ പാട്. മാക്കെ പപ്പുവിനെ വിളിക്ക് പപ്പുവിനെ വിളിക്ക് മാക്ക് പപ്പുവിനെ വിളിക്ക് മാക്കെ പപ്പു നല്ലോണം പാട്ട് പാടും പാട്ട് പഠിപ്പിച്ചാ പറയും ആ ഗ്യാങ്സിനുള്ളിൽ കക്കൂസിനുള്ളിലുണ്ട് പെട്ടെന്ന്. പപ്പു നീ വന്നവനെ കൊണ്ട് മറ്റേ പാട്ട് പഠിപ്പിച്ചേടാ പപ്പുങ്ങുവാ ഇതൊന്ന് തുറന്നടാ. ഉസ്മാനെ ഒന്ന് മാറി കൊടുത്താനാ ഡോറിന്റെ മുമ്പിൽ നിന്നാണ്ട് എന്റെ മണി തട്ടിയിട്ടാണ് ഇത് തുറക്കാത്തത് മാറണ്ട്. പപ്പുടെ പപ്പു ഇപ്പോഴും തുറക്കുന്നില്ലല്ലോ. മാറി കൊടുക്കടാ ഒന്ന്. അലിത നിനക്ക് കാണണോ? അതാരേ കാലിതാണത്? എടാ പപ്പു ഇങ്ങ വാ പപ്പു ഇങ്ങ വാ അത് മാറി. പപ്പു ആ പാട്ടൊന്ന് പഠിപ്പിച്ചേ പപ്പുവിനെ കൊണ്ട് ഏത് പാട്ടാ? ഏത് പാട്ടാ നീ പഠിപ്പിച്ചേ ഓർമ്മയില്ല വലിയ ബാത്റൂം നോക്കണം, വലിയ bathroom മറ്റേ പാട്ട് പാടിയാ നല്ലോണം കഴുകണേ ബ്രോ, നല്ലോണം കഴുകണേ കണ്ടി ബ്രോ. ആ അല്ലല്ല അവന്റെ ഷൂ ഒക്കെ എന്തിനാ ഇതിന്റെ പേര് ബാത്റൂമിലൊക്കെ കഴിക്കും. നീ ഉസ്മാ പിട്ടോ ഔട്ടിന്നാ മതിയടാ കണ്ടി. അതിനുള്ള നീ നിന്റെ ചേട്ടന്മാര് മനസ്സിലായോ? എടാ ഹൈപ്പിനുള്ളത് ഇല്ലല്ലോടാ, എന്തൊരു ഇത് എത്ര സെക്കൻഡാ മേക്കെ? ഇവന്മാര് മറ്റേ ഇച്ചാലിയല്ലേ, നമുക്ക് 17 സെക്കൻഡ് കൊടുക്കാം. സ്ഥലമില്ലാലോടാ ഈ ടോയ്ലറ്റില്, കുറച്ച് വലുതാക്കി പറയാം. മോനെ എന്താ ഒന്നും പറയാത്തടാ നീ? എടാ എന്താ നിന്നെ കൊണ്ടുപോയതല്ലേ നിന്റെ ഏട്ടായിമാരെ ചോദിക്കാൻ. മതി ഞാൻ പറയട്ടെ, മതി ഇവനെ പുറത്തിറക്കാണ്, ഗ്യാങ് ഹൗസിന് പുറത്തിറക്കുക. ഇത് ഭയങ്കര കഞ്ചസ്റ്റഡാ. ഇറങ്ങ മതി മുറ്റടിക്കാം. പാവം അവന്റെ ചിണ്ടി പുറത്തു വാ. എവിടെ ഞാൻ പറയാം. എടാ അവനെ പുറത്തിറക്ക്. നിനക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യിച്ചു. ഇവനെ നമുക്ക് ആ ഗ്യാസിന്റെ അവിടെ നിർത്തിട്ട് പൊട്ടിച്ച് കൊല്ലാട്ടാ. അവന്റെ ചേട്ടന്മാര് അവന്റെ തൊട്ട് കഴിഞ്ഞാൽ അവന്റെ ചേട്ടന്മാർ ഇതുപോലെ ഒന്ന് തല്ലിയുള്ളൂ. പക്ഷെ നമ്മുടെ പയ്യനെ തൊട്ടാ നമ്മള് പോയിട്ട് ഇതുപോലെ കൊണ്ട് നിർത്തും. അല്ല മറ്റേ പൊട്ടിച്ച് കൊല്ലണ. എടാ നീ ഹോസ്റ്റേജ് ഇട്ടോ വ്യാവ്? അല്ല അവൻ അതിന്റെ ഉള്ളിൽ സുഖവാസത്തിന് പോയ അവനങ്ങ് പുറത്തിറക്കിയാണ്. അങ്ങോട്ട് പാട്ട് പഠിപ്പിക്കണേ. ചീച്ചില്ല ഇവിടെ. ഞാൻ അപ്പളെ അഡ്മിൻസിനോട് പറഞ്ഞതാ, നമ്മളൊരു പിള്ളേരെ ഹോസ്റ്റേജ് കൊണ്ടുപോയിങ്ങാണ്ട് അതിന്റെ പേരിൽ നമുക്ക് പ്രീവാർ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. നമ്മളടിച്ച് നമ്മള് തിരിച്ച് ഹോസ്റ്റേജിന് എടുത്തിട്ട് നമ്മള് പ്രീവാർ കണ്ടിന്യൂ ഉള്ളൂ. അത് നമ്മൾ എന്തായാലും കൊണ്ടുവന്ന് നിർത്തിയാണ്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓ ഞാൻ ജസ്റ്റ് പറയുന്നത് അന്ന ഹോസ്റ്റൽ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? വലുതായിട്ട് എന്നെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. വെറുതെ നിന്ന് ചോദിച്ചു അങ്ങനെയല്ലേ ഉള്ളൂ. അല്ല നിന്നെ ഹോസ്റ്റേജ് എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ അവർക്ക് ഓൾറെഡി. അത് ശരിയാ. അല്ല കൊണ്ടുണ്ടായിരുന്നല്ലോ അവർക്ക്. എന്ത് കണ്ടീഷൻ? മറ്റേ പയ്യനെ ബാൻ അടിച്ച് വിട്ടില്ലെങ്കിൽ ആ പയ്യന്റെ ആരെ ബാൻ? ഏത് പയ്യനാണത്? നിന്റെ അടുത്ത് എപ്പോഴാ കൊണച്ച് ഫ്ലഫി? എന്നെ അറിയാം ഞാൻ എങ്ങനെ ഇരിക്കുന്നേ, ഞാൻ ഇത് വണ്ടിയാ എല്ലാം അവൻ അറിയാം. ഇപ്പൊ ഇനീഷ്യലിന്റെ എടുക്കോ? ആ ഇനീഷ്യലിന്റെ ഇടയ്ക്ക് ഞാൻ അവന്റെ അടുത്ത് സംസാരിച്ച കൊല്ലങ്ങൾ എത്ര അറിയോ ചെയ്ത ആലോചിക്കണം എന്റെ രോദനം. എന്നിട്ടാണ് അവൻ എന്റെ അടുത്ത് അല്ല സോറി നമുക്ക് പറയത്തില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയണം. അതാണ് ഒരു മാന്യന്മാര് ചെയ്യേണ്ട ഒരു സാധനം. മനസ്സിലായോ? സോറി പറഞ്ഞിട്ട് ക്രെഡിബിലിറ്റി പോകാനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കട്ടെ. അയ്യോ ബ്രോ, അല്ലല്ല വേണ്ട നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചിട്ടാ മതി. പെട്ടെന്ന് പോവാം. ബ്രോ അല്ല ബ്രോ, സംസാരിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാ ടൈം അങ്ങനെ ഇതാവേ. എന്ത്
എന്താ കരയാനല്ലേ പാടാൻ ഇല്ലേ വേറൊരു പാട്ടുണ്ട് മ്യാവ് മ്യാവ് മ്യാവ്. ആ ഒരു പാട്ടുണ്ട് മറ്റേ അത് ഞങ്ങളെ പുറത്ത് മറ്റേ ഇൻസ്റ്റാഗ്രാമില് മറ്റേ റീലൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സാധനം ഉണ്ട്. ഇവൻ എന്താ ശബ്ദമൊക്കെ ഇടണേ? ഒന്നുകൂടി പാടുത്താ ഞാൻ പറഞ്ഞു. ആ കണ്ടിയാണ് പിർലോ കണ്ടിയാണ്. അത് കേക്കാൻ ഭയങ്കര ഇഷ്ടായി തോന്നണേ. പാട് പാട് പാട്. കണ്ടിയാണ് കഞ്ഞി കുടിക്കാത്ത പോലെ കഞ്ഞി സൗണ്ട് പോരാ സൗണ്ട് എടാ, എടാ, ഒരു ആർജവത്തിൽ പാട്, മനസ്സിലായോ? കുറച്ച് ഒരു ഇത് വേണം, എന്താ പറയാ, മാസ്. ഗോൾഡ് വിഷയ മൂട് ഗോൾഡ് വിഷു പോലെ നീണ്ടിരിക്കുന്നു. എന്റെ വയറ് ഫുള്ളാണ്. എടാ ഒന്ന് ഉറക്കെ പാടാ. ഏയ് പോരാ 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 പോരാ. നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. എടാ നീ എത്ര ദിവസമായിടാ ഗ്യാങ് കയറിയിട്ട് ഇവിടെ? 4-5 ദിവസം. 4-5 ദിവസമായിട്ടുള്ളൂ. നീ പുതിയ ആളാന്നടാ, പുതിയ ആളാണ്. സമയമായി കേട്ടില്ല, ഒരു തെറ്റ് തിരുത്താൻ സമയമുണ്ട്. എന്താ എന്റെ ഗാങ്ങിനെ പറ്റിയ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നിങ്ങളെ ലീഡർ ആരാണ്? നിങ്ങളെ ലീഡർ ആരാണ്? ഉസ്മാനെ, നിങ്ങളെ ലീഡർ ആരാണ് ബ്രോ? ഹലോ, ലീഡറിന്റെ പേര് അറിയില്ലേ? മ്യൂട്ട് ചെയ്യണോ? ബിലാലെ അവനെ കൊണ്ട് എന്തെങ്കിലും 100 തവണ പറയിപ്പിക്ക്. നടത്തിക്കട്ടെ, എഴുതിപ്പിക്ക്. എന്താണത്? ഇവൻ മിണ്ടൂലേ ഇവൻ? നമ്മൾക്കാർക്കല്ലേ ശരിയാ, ഏഴുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ. പാട്ട് പഠിപ്പിക്കുന്നു വേണ്ടല്ലേ? ഇങ്ങോട്ട് നടത്തിക്കണ അവനെ, അവന് ഇവിടെ ഡാൻസ് ഉണ്ടോ? അവന് ഡാൻസ് മതിലിന്റെ മുകളിൽ നിർത്താൻ അവനെ. കുറെ പേര് മതിലിന്റെ മുകളിൽ നമ്മുടെ ഗാംഗോസിന്റെ മതിലിൽ നിൽക്കണ്ട. ചന്തിയല്ലേ ഇത്? ഇങ്ങനെ ഉണ്ടാക്കി അടിച്ചടിച്ചുണ്ടാക്കിയതാണ് ചന്തി. ഗാങ് ബാങ് ഇതോടാ. ഒരു കാര്യം തീരുമാനണ്ടാക്കാൻ ഹോണറബിൾ പാടിപ്പിച്ചോ പപ്പു, ഹോണറബിൾ. നിന്റെ പേരെന്താ? KFC ഒന്നും ഇറക്കുന്നത് ഒറ്റ മിനിറ്റ് ഗൈസ്, ലൈനപ്പ് ഒന്ന് റെഡി ആക്കട്ടെ. ഇതെന്താ ഇറ്റാലിയന്റെ ഇതെന്താ അർത്ഥം? എന്താ ഐ മീൻ ഇടാൻ കാരണം? ഇതാണ് ഒരു മരകൊത്തി മോർണ പല്ലാണേ. ഇല്ല പപ്പു പോരാ കേട്ടാ, പപ്പു പോരാ. അല്ല പപ്പു പോരാ. പപ്പു ഇവന് പറ്റിയൊരു ശിക്ഷ ഉണ്ട്, പറ്റിയൊരു ശിക്ഷ ഉണ്ട്. ഇവനെന്തോ 4 ദിവസം ഗ്യാങ്ങിലായിട്ടുള്ളൂ. ഇവന്റെ നല്ലതിന് പറയാണെങ്കിൽ ഉനക്ക് ഹാൻഡ് ഓവർ പണ്ടടാ. നീ എന്നെ ഇല്ല പണ്ണ് പണ്ണ് തമിഴ് പണ്ണ് എന്താ ഞാൻ പറയുന്ന പോലെ അങ്ങ് പാടണേ, സ്വരം വെച്ച് പിടിക്കണേ. പിടിക്കണാടാ അവനെ. ശബ്ദം കൂട്ടിയാ. നീ കഴിച്ചില്ലടാ ഒന്നും? വല്ല വേണോ? വിശക്കുന്ന
അവന് ഇത്തിരി കഞ്ഞിവെള്ളം കൊടുത്തേ. അല്ല ഇത് ടൈം എത്രയായി? അഡ്മിനോടും ചോദിച്ചു നോക്ക് ഇതെന്തായി. അല്ല അവ ഒന്നും അനുസരിക്കണില്ലല്ലോ ശരിക്കും. എന്താന്നാണ് നീ ഇങ്ങനെ മൂടാ അതൊരു 10 തവണ ആലയം പാടും. നീ കൂട്ടില്ല നീ കേട്ടോ. നീ അല്ലാണ്ട് സംസാരിക്കും നീ. അങ്ങനെ ഉണ്ടോ? തൊണ്ട അകത്തോടെ ഉണ്ടോ? പുറത്തിട് സാധനം. ഈ തൊണ്ടിക്കകത്ത് പഴക്കേറ്റാറപ്പോഴും പറയാ, മനസ്സിലായില്ലേ? ആ പാട്ട് പാട്. 10 തവണ. ഒന്ന് ചെയ്താ പെട്ടെന്ന് പോണവനെ. വിഷയം കളി. ഞാൻ പറയട്ടെ, നീ കണക്ട് ഇട്ടാണ്ട് അവന്മാരുടെ അടുത്ത് വന്നാണ്ട് സോറി പറയാൻ പറ. രണ്ട് ലീഡറുടെ അടുത്ത് പോയിട്ട് സോറി പറയാം. സാറേ പറ. പിർലോനെ കൂട്ടി വരാൻ പറ കേട്ടോ. പിർലോനെ കൂട്ടി വരാൻ പറ. പിന്നെ ആരാ ശ്രിമ്പിന്റെ ഫ്ലഫിനോട് ഒരു സോറി വരാൻ പറ. എന്റെ ഗ്യാങ്ങിന്റെ പേര് ഇറ്റാലിയാണ്. ഞാൻ ഒരു പാട്രിക് പൊണ്ണയാണ്. ഞാൻ പൊട്ടനാണ് ഗ്യാങ്ങി കയറി ഒരു പൊട്ടനാണ്. ഇറ്റാലിയെ കണ്ടി ഗ്യാങ്ങി കയറി ഒരു പൊട്ടനാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്. ലോകം ചെയ്തത് ഒരു വലിയ തെറ്റാണ്. കണ്ടി ഗ്യാങ്ങി കയറി ഒരു തെറ്റാണ്. എടാ ഞാൻ എന്റെ ഗ്യാങ് കണ്ടിയാണ്. അത് ഇറ്റാലിയാണ്. അതൊരു മണ്ണ ഗ്യാങ് ആണ്. തീട്ട ഗ്യാങ് ആണ്. പാട് എന്താ നീ ആണെങ്കിൽ നീ ഗ്രാഫ് താഴോട്ടാ ഗ്രാഫ് മുകളിലോട്ടാക്കടാ. ആണോ പറയാറിയില്ല. പാടാ എന്തിന് കഷമണക്കാൻ ഇരിക്കുന്ന നീ പാടറാ ഒന്ന്. നീ ഒരു പാർട്ടിസിപ്പന്റ് ആരെങ്കിലാണോ? ബോഗിങ് ആണോ? പാർട്ടിസിപ്പേറ്റ്മെന്റ് ആരെങ്കിലാണോന്ന്? അല്ല കണ്ടപ്പോഴേ തോന്നിട്ട് മണ്ണ. അല്ല കൊറേ പേരെന്താ ഇറങ്ങിയത്? ഇത് പറയാൻ ഹലോ എന്തായി മേക്കെ? പറ. എനിക്കൊരു കണ്ണ് ഡ്യൂറബിലിറ്റി തീർന്നു പോയി. എങ്ങനെ? ഡ്യൂറബിലിറ്റി തീർന്നു പോയി. നല്ല കാര്യം. ചാർലി നിനക്ക് പാന്റ് ഉണ്ടായിരുന്നില്ലേ? രണ്ട് കൊണ ചുമ്മാ അപ്പടിയെ എന്താ പറഞ്ഞ ബിലാലെ? നാളത്തേക്ക് പ്രീവാറും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആരാ പറഞ്ഞേ? അഡ്മിൻ പറഞ്ഞ. നാളെ നമുക്ക് പറ്റില്ലല്ലോ ശരിക്കും. നമുക്ക് മറ്റേ പരിപാടിയില്ലേ? ശരിക്കും അവൻ കഷ്ടപ്പെട്ട് വിളിച്ച തെറി കേട്ടായിരുന്നോ തലപതി? വേണ്ട മനസ്സിലായി. അതല്ലേ നമുക്ക് എന്തോ ഉണ്ടെന്ന് ബിലാല്. മറ്റേ പരിപാടിയില്ലടാ മേക്കെ. മറന്നോ നീ അത്? ഓ കാവാണേ. അയ്യോ കാവാണ. ഷെയ്ക്കിന്റെ കല്യാണത്തിന് എനിക്ക് ഷെറാനി മാക്കേ അവന്മാര് വരുമ്പോ നമുക്ക് വല്ല മതിലുണ്ടെങ്കിൽ സൂപ്പർമാൻ ഇട്ട് തന്നാലും നമുക്ക് സൂപ്പർമാൻ നമുക്ക് ഡാൻസ് അവിടെ അവന്മാരിപ്പോ ഓസ്ട്രേലിയ കൊണ്ടുപോകാൻ വരട്ടെ. വെയിറ്റ് കയ്യിൽ ഞാൻ ഷെയ്ക്കും ഫ്ലഫിയും
മാത്രം താഴെ എന്നിട്ട് ബാക്കി എല്ലാരും രണ്ട് സൈഡിൽ പോ നിൽക്കി. പോ മതിലിന്റെ മുകളിൽ കയറി. മതി മതിടാ മോനെ, മതി നീ അടങ്ങാറാവണ്ട. എണീറ്റോ. കൊണ്ടുപോടാ. മതി ഞാനവനെ എഴുതിപ്പിച്ചു കൊണ്ടുവരാം. നീ കഴിഞ്ഞോ? ആ നോക്കാം. കപ്പനി പോയി കൂടാ. ബ്രോന്റെ പേരെന്താണ്? എന്റെ പേര് പിർലോ. ഈ ബ്രോന്റെ പേരെന്താണ്? പിർലോ ഏതായിരുന്നു? പിർലോ എന്റെ പേര് പിർലോ. ഇതാണ് ഡെസ്സാ? അതെ ഈ ശ്രിംബി എവിടെയാണ്? ശ്രിംബി അങ്ങനെ ഒരാളില്ല നമ്മുടെ ഗ്യാങ്ങിൽ. ഇല്ല, അങ്ങനത്തെ ഒരാൾ ഗ്യാങ്ങിൽ പറ്റുന്നില്ലായിരുന്നല്ലോ വാട്സാപ്പിൽ. അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ, നിന്നെങ്കിലും നല്ലോണം അടിക്കാൻ പറ്റട്ടെ. ബുള്ളറ്റ് കൊള്ളട്ടെ കേട്ടോ. ഇതുപോലെ 10-20 പേരൊക്കെ ബാക്കി ഇരിക്കുന്നൊക്കെ നാണക്കേടാണേ. ഷെയ്ക്കിന്റെ കമ്പി വേണം എന്ന് പറയുന്ന കേട്ടായിരുന്നു. ആവശ്യം പോലെ നിങ്ങൾക്കുള്ളതും കൊടുത്തിട്ടുണ്ടേ. വാങ്ങിച്ചു കുടിക്കല്ലേ, മറക്കല്ലേ കേട്ടോ. അവിടെ കിടന്ന് മാസം അടിക്കുന്നത്. നിങ്ങളുടെ പയ്യനെ ഞാൻ ഹോസ്റ്റ് എടുത്തതിനാണല്ലോ നിങ്ങൾ വന്ന് അടി മേടിച്ചോണ്ട് പോയത്. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മുടെ പയ്യനെ നിങ്ങൾ കൊണ്ടുപോയതാ ഇതുപോലെ വന്ന് നിൽക്കേണ്ട വരും. അപ്പൊ ഇനി നോക്കിയും കണ്ടുമൊക്കെ വേണം. പറഞ്ഞില്ല. അല്ല ബ്രോ ഒന്ന് മറ്റേ പിർലോ കണ്ടിയായ ഞാൻ ഒരു സോറി പറയുന്നു എന്ന് പറഞ്ഞാണ്ട് ഒരു 5 പ്രാവശ്യം സോറി എന്ന് പറഞ്ഞാണ് സോറി പറഞ്ഞിട്ട് കൊണ്ടുപോകും. ഞാൻ പിർലോ സോറി പറയുന്നു. കണ്ടി പിർലോ ആയ ഞാൻ അങ്ങനെ പറ. മനസ്സിലായോ? എന്ത് പറഞ്ഞ കണ്ടി പിർലോ? കണ്ടിപ്പിർലോനെ ആർജിതാവിനോട് പറഞ്ഞാൽ നേരെ പറഞ്ഞു. വിഷമിക്കണ്ട. പറഞ്ഞോ. വിഷമുണ്ടോ? 20 പേരെ കണ്ടിപ്പിർലയെ ഞാൻ സോറി പറയുന്നു പോരെ? ഇല്ല, ആർജിതാവിനോട് സോറി പറയുന്നു. ഞാൻ സോറി പറയുന്നല്ലടാ, ആർജിതാവിനോട് സോറി പറയുന്നു. അങ്ങനെ സോറി പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാൻ വെച്ച് കേട്ടോ. നിന്നെ കൊണ്ടൊക്കെ സേഫ് സോണിൽ പുറകിൽ വന്ന് കുത്താനേ പറ്റുള്ളൂ. എന്റെ പിള്ളേർ ഇതുപോലെ വന്ന് നെഞ്ചത്തോടെ നേരെ ഒന്ന് കയറി ഇറങ്ങിട്ട് അങ്ങ് പോ. ഇനി അത് ആവർത്തിക്കരുത്. ഓക്കെ, അവ കാണാം. കൊണ്ടുപോകാൻ ആ ജ്യൂസ് കുടിച്ചവനെ കൊണ്ടുപോക്കോ. അല്ല നിനക്ക് വെയിറ്റ് ചെയ്യൂ. നീ ഫ്ലഫിന്റെ അടുത്ത് ഒന്ന് സോറി പറഞ്ഞാണ്. നിന്റെ ഗാങ്ങിൽ ഉണ്ടായിരുന്ന എന്താ ചിമ്പിയാ? എന്താടാ പേര് അറിയുന്നില്ലടാ. എന്താ ഒരു പേരുണ്ടായിരുന്നടാ നിന്റെ ഗാങ്ങില്? വേറെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലടാ. എങ്ങനെ വരുത്തോ? വിളിച്ചപ്പോ പേരൊന്നും പറഞ്ഞില്ലടാ. ഞാൻ പറയാം, തെറി വിളിച്ച ഉടനെ വണ്ടിന്ന് കുതിച്ച് ചാടി എന്തോ മണ്ണും മുത്തി വീണായിരുന്നു അവൻ. അതെനിക്ക് മണ്ണിരിക്കണ ഞാൻ കണ്ടായിരുന്നു. ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചോദിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് എന്താണ് കിടന്നുറങ്ങണം. നല്ല സുഭിക്ഷ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ വേസ്റ്റ് കളയാൻ. മനസ്സിലായോ? കക്കൂസൊക്കെ ക്ലീൻ ചെയ്ത കാരണം നന്നായിരുന്നു തൂറണം. അതെ നല്ല വൃത്തിയുള്ള 15 പ്രിയർ അടിക്കാം. 15 മിനിറ്റില് പ്രിയർ അടിക്കാൻ ഓഗസ്റ്റ് 15 തീയതിയാണോ? ദൈവം പറഞ്ഞു ഇന്നിനി പറ്റൂല. സ്വാതന്ത്ര്യനാണ് ദൈവം എന്ത് പറഞ്ഞു? അല്ലാതെ നമ്മ ഫ്രീ അടിക്കായിരുന്നു. അത് സീനൊന്നും ഇല്ലായിരുന്നു. ഫ്രീ അടിക്കാം.
ദൈവം പറഞ്ഞു പറ്റൂല ഇല്ല, നമ്മള് ചോദിച്ചായിരുന്നു ബ്രോ ലൈക്ക് കാരണം അവരെ സൈഡിൽ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്തായാലും സംസാരിക്കാം നമ്മൾ പോയിട്ട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് അറിയിച്ചാൽ മതി. കണക്ട് വീണ്ടും അടികൊണ്ടി നിങ്ങൾക്ക് അടിക്കാൻ വല്ല കുഴപ്പമുണ്ടോ? അല്ല നമുക്ക് അടിക്കാൻ എന്ത് കുഴപ്പം? നമ്മളെ മുമ്പ് ബാക്കിയുള്ള ആൾക്കാരെ അടിച്ചോളൂ. മുമ്പേ ഉള്ള ബാക്കിയുള്ള ആൾക്കാരെ അടിച്ചോളൂ. ആലോചിക്കട്ടെ അടിക്കണ വേണ്ടെന്നൊക്കെ. ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ലല്ല ഇങ്ങനെ കൊണച്ചിട്ടാണ് നീ ഇപ്പൊ അടി കൊണ്ട് എന്തോ കൊണ അടിക്കാൻ തോന്നുന്നില്ല എനിക്ക്. ഡെയിലി ലൈഫ് അടിപൊളിയാ. നോക്കാം അവന്മാര് കണക്റ്റഡ് നോക്കാം. നമ്മുടെ അഡ്മിൻ അതല്ലേ പറഞ്ഞ, പിന്നെ എന്ത് നമ്മള് അവന്മാരുടെ വാക്ക് നോക്കിക്കണ്. സർവറിലെ അഡ്മിൻസ് പറഞ്ഞു ഇന്ന് നടക്കൂലെന്ന്, പിന്നെ എന്തിനാ നമ്മള് വേറെ ഡിസ്കഷന് പോണ്? ഇറങ്ങി കഴിഞ്ഞ എന്താ പറഞ്ഞോ? അയ്യോ ഉസ്മാനെ കൊണ്ടുപോകുന്നു. ഇല്ലല്ല എടാ ഇവിടെ ഓൾറെഡി ഇതില്ലാന്ന് പറഞ്ഞല്ലോ ഗൈസ്. അല്ല അടിക്കാണ് ഞാൻ പറയട്ടെ ബിലാലെ, ഇന്ന് തന്നെ അടിക്കായിരിക്കും നല്ലത്. മനസ്സിലായോ? പറ അവര് അഡ്മിൻ കം ടു മീ എന്ന് പറഞ്ഞാണ്ട് ഇട്ടിക്കണം. അതൊരു സംസാരിച്ചിട്ട് വെയിറ്റ് ഇല്ലടാ കൊണക്കാൻ